ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മാംഗോ കേർഡ് ഷേക്കാണ്. സാധാരണ മാംഗോയിൽ പാലൊഴിച്ചാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാനിന്ന് ചെയ്യുന്നത് കേർഡ് ഒഴിച്ചിട്ട് പിന്നെ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. സാധാരണ ചൂട് സമയത്തൊക്കെ നമ്മൾ കേർഡും മാംഗോ എല്ലാം നമ്മുടെ ബോഡിയിൽ പോയാൽ തന്നെ ഒരു കൂളിംഗ് ഫീൽ കിട്ടും നമുക്ക്. അതുകൊണ്ട് മാങ്ങയുള്ള സമയത്ത് മാമ്പഴക്കാലത്തെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കാൻ ശ്രമിക്കണം. ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. തൊലിയെല്ലാം നല്ലപോലെ ഞാൻ ചീകി കളയുന്നുണ്ട്. കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് അത് ഇതാകത്തില്ലാണ്ട് തൊലിയെല്ലാം നല്ലവണ്ണം എടുത്ത് കളയുക. അങ്ങനെ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാങ്ങയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു പഴയ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ പാർഷ്യൽ ബ്ലൈൻഡാണ്. ജനിച്ചപ്പോൾ മുതലേ കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പോൾ അമ്മ പറയും, എന്തെടുത്താലും അവനും കൂടെ കൊടുത്തിട്ടേ കഴിക്കാവൂ. പേര് രജിത്ത് എന്നാണ്. എന്തെടുത്താലും ചേട്ടനും കൂടെ കൊടുത്തിട്ടേ കഴിക്കാവൂ എന്ന് പറയും. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 3-4 മാവുണ്ടായിരുന്നു. അപ്പം മാങ്ങ എല്ലാം പറിച്ച് പഴുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വയ്ക്കുമായിരുന്നു. അപ്പോൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് പഴുത്ത് അതിൻ്റെ ഒരു മണം വരുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറയും, എന്തെടുത്താലും ചേട്ടന് കൊടുത്തിട്ട് കഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് മാങ്ങ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് അവനും കൂടെ കൊടുത്തിട്ട് നീ കഴിച്ചോ എന്ന് പറയും. അപ്പം എനിക്കതിനുള്ള ഒരു ടൈമൊന്നും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തിന്നണം എന്നുള്ളൊരു വിചാരമല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു മാങ്ങ വലുതും ഒരു മാങ്ങ ചെറുതും. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്തായാലും കണ്ടുവിടല്ലോ. അപ്പം ചെറിയ മാങ്ങ അവന് കൊടുത്തിട്ട് വലിയ മാങ്ങ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മാങ്ങ എടുത്ത് കഴുകി കൊടുത്തു. കട്ട് ചെയ്യാനെന്നുള്ള സാവകാശം എനിക്കില്ലായിരുന്നു. അപ്പോൾ കൊടുത്തിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ കണ്ണ് മൊത്തം ചേട്ടൻ്റെ മാങ്ങയില്ല. എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പുഴുണ്ടോ പാവം അറിയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള സാവകാശവും ഇല്ല. അങ്ങനെ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമാധാനമായി, ചേട്ടൻ്റെ മാങ്ങയിൽ പുഴുവൊന്നുമില്ല. അപ്പം ചേട്ടൻ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കയ്യും കഴുകി എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേനും ശരി ഓക്കെ എന്ന് മനസ്സിന് സമാധാനമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാങ്ങയിലോട്ട് നോക്കുമ്പോൾ നിറച്ച് വെള്ളപ്പുഴുവാണ്, കുഞ്ഞു പുഴു. അതിൽ 3/4 ഭാഗവും ഞാൻ കഴിച്ച് തീർന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ കള്ളത്തനം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അവന് കാണായിരുന്നെങ്കിൽ അവനത് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അത് എന്നും എൻ്റെ ജീവിതത്തിൽ ആ മാങ്ങ കാണുമ്പോൾ അതെനിക്ക് എപ്പോഴും ഒരു ഓർമ്മ വരും. പാവം ചേട്ടനെ പറ്റിച്ചല്ലോ എന്നുള്ളൊരിത്. പാവം. പക്ഷെ എല്ലായിടും കൊണ്ട് നടക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെയാണ് നോക്കിയതും ഒക്കെ കൊണ്ട് നടന്നതും ഒക്കെ. പക്ഷേ ഈ കഴിക്കണ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു സ്നേഹക്കുറവ്. ബാക്കി എല്ലാത്തിലും അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെല്ലാം. മാങ്ങ നല്ല പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം, കുറച്ച് നട്ട്സ്, കുറച്ച് ഗ്രേപ്സ് ഇതെല്ലാം കൂടെ ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഷുഗർ, പിന്നെ കേർഡ് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 3-4 പീസ് ഐസ് ക്യൂബ്. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം അടിച്ചെടുക്കണം. അതിലോട്ട് ബദാമും ഇടുക, പിന്നെ നട്ട്സ്, ഗ്രേപ്സ്, കുറച്ച് തൈര്, ഐസ് ക്യൂബ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും വെച്ചിട്ട് ഒന്ന് അടിക്കാൻ പോവാം മിക്സിയിലിട്ട്. അതിലൊക്കെ പാകത്തിനുണ്ട്. കുടിക്കാൻ ഷേക്കായിട്ട് യൂസ് ചെയ്യാം, കടിച്ച് തിന്നാനും ഉണ്ട്. അതിൽ നട്ട്സിൻ്റെ പീസും ഗ്രേപ്സിൻ്റെ പീസും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിതൊന്നും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.
തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കുടിച്ച് നോക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ.